മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സമൂഹമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ സർക്കാർ സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് പിൻവലിക്കാന് നിർദ്ദേശം. തിരുവനന്തപുരം ആറ്റിങ്ങല് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായ എസ്. ജവാദിനെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്വീകരിച്ച അടിയന്തര അച്ചടക്ക നടപടിയാണ് മണിക്കൂറുകൾക്കകം റദ്ദാക്കാന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. ഈ മാസം 31-ന് സർവീസിൽ നിന്ന് വിരമിക്കാന് വെറും 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രിൻസിപ്പലിന് സസ്പെൻഷന് ലഭിച്ചത്. മുഖ്യമന്ത്രിയുടെ ചിത്രവും പോസ്റ്ററുകളും ഉപയോഗിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സമൂഹമാധ്യമങ്ങളിലൂടെ വ്യക്തികളെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുന്നത് കൃത്യമായ ചട്ടലംഘനമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു വകുപ്പുതല അന്വേഷണത്തിന് ശേഷമുള്ള അടിയന്തര ഉത്തരവ്. സ്പോർട്സ് ലേഖനങ്ങൾ എന്നാല് ഈ വിഷയത്തില് മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ ഓഫീസോ നേരിട്ട് യാതൊരുവിധ പരാതിയും നൽകിയിരുന്നില്ല. പുറമേ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് നടപടിയിലേക്ക് കടന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അടിയന്തരമായി പിൻവലിക്കാന് മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമാന വിഷയത്തില് മുൻപ് വാർത്താസമ്മേളനത്തില് മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നു. തന്റെ മുഖം നഗ്നനായ ഒരു വ്യക്തിയുടെ ചിത്രത്തിനൊപ്പം മോർഫ് ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് മുൻപൊരു കെഎസ്ആർടിസി ജീവനക്കാരനെതിരെ നടപടിയെടുത്തതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരം മോശം പ്രവൃത്തികള് സമൂഹത്തില് ഒരു കാരണവശാലും ആവർത്തിക്കാന് അനുവദിക്കില്ലെന്നും സൈബർ ആക്രമണങ്ങൾക്കെതിരെ കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നെങ്കിലും വിരമിക്കല് പ്രായത്തിലെത്തിയ അധ്യാപകന്റെ സസ്പെൻഷന് പിൻവലിക്കാന് നിർദ്ദേശിച്ചതിലൂടെ കടുത്ത നടപടികളില് ഇളവ് വരുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്.